ഹലോ, ഞാൻ പ്രതാപൻ. ഫോട്ടോഷോപ്പിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കമാൻഡാണ് ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഫോട്ടോഷോപ്പിൽ പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള ഇമേജുകളെ ഉപയോഗിക്കാറുണ്ട്. ആ ഇമേജുകളെ പല രീതിയിൽ ട്രാൻസ്ഫോമിങ് ചെയ്തിട്ടാണ് നമ്മൾ അത് പല രീതിയിൽ പോസ്റ്ററുകളാക്കാനും അതേപോലെ തന്നെ ബ്രോഷറുകൾ ഉണ്ടാക്കുന്നതിനും കാറ്റലോഗുകളൊക്കെ തയ്യാറാക്കുന്നതും ഫോട്ടോസുകളെ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള ഫോട്ടോസുകളെ പല രീതിയിൽ ട്രാൻസ്ഫോമിങ് ചെയ്തിട്ടാണ് നമ്മൾ അത് പ്രിൻ്റ് എടുക്കുന്നത്. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഇമേജുകളെ ട്രാൻസ്ഫോമിങ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു കൂട്ടം കമാൻഡുകൾ ഫോട്ടോഷോപ്പിൽ ലഭ്യമാണ്. അങ്ങനെയുള്ള കമാൻഡുകളെയാണ് നമുക്ക് ഫ്രീ ട്രാൻസ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രീ ട്രാൻസ്ഫോമിങ് കമാൻഡുകളും ട്രാൻസ്ഫോമിങ്ങുമായി ബന്ധപ്പെട്ട കമാൻഡുകളും നമുക്ക് എഡിറ്റ് മെനുവിലാണ് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ അതിന് അനുസൃതമായ ഒരു ഷോർട്ട് കട്ട് കീയും നമുക്ക് ലഭ്യമാണ്. കൺട്രോൾ കീയോടൊപ്പം ടി എന്ന് പറയുന്ന ബട്ടൺ കൂടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ട്രാൻസ്ഫോമിംഗ് എന്ന് പറയുന്ന കമാൻഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലേക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കാണപ്പെടുന്ന ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിടുക. നമുക്ക് എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറയുന്ന കമാൻഡിൻ്റെ സഹായത്തിൽ ഇമേജുകളെ റൊട്ടേറ്റ് ചെയ്യുന്നതും റീസൈസ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇമേജിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇമേജിനെ നമുക്ക് പല രീതിയിൽ ട്രാൻസ്ഫോമിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോർമലി നമുക്ക് ട്രാൻസ്ഫോമിങ് ചെയ്യാൻ സഹായിക്കുന്ന കമാൻഡുകൾ എഡിറ്റ് മെനുവിലാണ്, ഫോട്ടോഷോപ്പിലെ എഡിറ്റ് മെനുവിലാണ് ലഭ്യമാകുന്നത്. അവിടെ ഫ്രീ ട്രാൻസ്ഫോം ഉണ്ട്. ട്രാൻസ്ഫോമുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് നിരവധി കമാൻഡുകളെയും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഫ്രീ ട്രാൻസ്ഫോമിംഗ് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ കീയോടൊപ്പം ടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അതിനുശേഷം നമ്മൾ എന്ത് രീതിയിലുള്ള പ്രവർത്തനമാണോ നമുക്ക് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട കമാൻഡുകൾ എഡിറ്റ് മെനുവിൽ പോയിട്ട് ട്രാൻസ്ഫോമിങ്ങിൽ ചൂസ് ചെയ്യുക. അതിലേറ്റവും ലാസ്റ്റിൽ 2 കമാൻഡുകളുണ്ട്, ഫ്ലിപ്പ് ഹൊറിസോണ്ടലും ഫ്ലിപ്പ് വെർട്ടിക്കലായിട്ടും. ഫ്ലിപ്പ് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഇമേജിനെ പ്ലേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഇമേജിൻ്റെ ഫേസിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങോട്ടേക്കാണോ അത് ലുക്ക് ചെയ്യുന്നത് ആ നോട്ടത്തിൻ്റെ ആ ഫേസിൻ്റെ ഡയറക്ഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇമേജ് മൊത്തത്തിലാണത് കറക്ഷൻസ് വരുത്തുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ആൾറെഡി നമുക്ക് ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറയുന്ന കമാൻഡ് ഇവിടെ ഓണായി കിടക്കുന്നത് കൊണ്ടാണ് ഈ ഇമേജിൻ്റെ ഓരോ പോർഷനുകളിലും ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ ബോക്സുകളിലൂടെ നമ്മൾക്ക് ഇമേജുകളെ റൊട്ടേറ്റ് ചെയ്യാനും റീസൈസ് ചെയ്യാനും എല്ലാം നമുക്ക് പറ്റുമെന്നുള്ളതാണ്. റൊട്ടേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡിൽ നമ്മൾ മൗസ് പോയിൻ്റർ കൊണ്ടുവെക്കുമ്പോൾ പുതിയ ഒരു സിമ്പിൾ അവിടെ മൗസ് പോയിൻ്ററിൻ്റെ അവിടെ സ്ഥാനത്ത് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഏത് രീതിയിലാണ് നമ്മൾക്ക് ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾക്കത് റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതേ അവസരത്തിൽ നമുക്കതിനെ റീസൈസ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ ഉള്ള ഓരോ പോയിൻ്റർ ഭാഗത്തും ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ട്രാൻസ്ഫോമിലുള്ള മറ്റ് പല കമാൻഡുകളും നമുക്ക് ലഭ്യമാണ്. ട്രാൻസ്ഫോമിങ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്കെയിലിംഗ് ഉണ്ട്, റൊട്ടേറ്റിംഗ് ഉണ്ട്, സ്ക്യൂ ചെയ്യാൻ പറ്റും, ഡിസ്റ്റോർട്ട് ചെയ്യാൻ പറ്റും, പെർസ്പെക്റ്റീവ് ചെയ്യാം, റാപ്പ്, അങ്ങനെ നിരവധി സബായിട്ടുള്ള ട്രാൻസ്ഫോമിങ് ചെയ്യാൻ സഹായിക്കുന്ന കമാൻഡുകൾ നമുക്കവിടെ ലഭ്യമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പറയുന്ന ഓരോ കമാൻഡിനും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾക്ക് ഉപയോഗങ്ങളുണ്ടാവും. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെളിയിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ കീ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഏത് രീതിയിലാണോ നമുക്ക് ക്രമീകരിക്കപ്പെടേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലേക്ക് അത് സെറ്റാക്കി കിട്ടുന്നതായിരിക്കും. അതിൻ്റെ നമ്മൾ ചെയ്ത കമാൻഡ് നമ്മുടെ ഇമേജിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈനലൈസായിട്ട് എൻ്റർ കീ കൂടി നിങ്ങൾ പ്രസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിരവധി ട്രാൻസ്ഫോമിംഗ് കമാൻഡുകൾ നമുക്കിവിടെ ലഭ്യമാണ്. ഏതാണ് നിങ്ങൾക്ക്
വേണ്ടുന്ന ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് വേണ്ടുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന പല കമാൻഡുകളുടെയും പ്രവർത്തനം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഫ്രീ ട്രാൻസ്ഫോമിങ്ങിന് വേണ്ടി Ctrl+T എന്ന് പറയുന്ന ബട്ടൺ അമർത്തിയാൽ മതി. കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഇമേജിന് ഓട്ടോമാറ്റിക്കലി ഒരു സെലക്ഷൻ വരുന്നതാണ്. സെലക്ഷൻ്റെ പോയിൻറ്റുകൾ ഓരോന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പല രീതിയിൽ മാറ്റം വരുത്താൻ കഴിയും. അതോടൊപ്പം ട്രാൻസ്ഫോമിൻ്റെ അകത്ത് നമ്മൾ നോക്കുക ഏത് രീതിയിലുള്ള റൊട്ടേറ്റ്, നമുക്ക് ഡയറക്റ്റ് റൊട്ടേറ്റ് ചെയ്യാനാണെങ്കിൽ ട്രാൻസ്ഫോമിങ്ങിൻ്റെ ഫ്രീ ട്രാൻസ്ഫോമിംഗ് എന്ന് പറയുന്ന കമാൻഡിനെ കൂടാതെ തന്നെ കമാൻഡിലൂടെ തന്നെ നമുക്ക് റൊട്ടേറ്റ് എന്ന് പറയുന്ന റൊട്ടേറ്റ് 180 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം, റൊട്ടേറ്റ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ആ ഓരോ രീതിയിലേക്ക് നമ്മൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ട്രാൻസ്ഫോമിൽ ലഭ്യമായിരിക്കുന്ന കമാൻഡുകൾ. അതെല്ലാം നമുക്ക് ഡിസ്റ്റോർട്ടാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രവർത്തനത്തിൻ്റെ പല രീതിയിലുള്ള വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയും. ഫൈനലൈസായിട്ട് എൻ്റർ കീ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.